ആളിന്ന് എന്നെ ഓഫീസിൽ പിക്ക് ചെയ്യാൻ വന്നപ്പോഴേ ഞാൻ പറഞ്ഞത് എനിക്ക് നന്നായിട്ട് വിശക്കുന്നുണ്ട്, എനിക്ക് എവിടെ നിന്നെങ്കിലും കുറച്ച് പൊറോട്ട വാങ്ങിച്ചു തരാനാണ്. എനിക്ക് കുറച്ച് ദിവസമായിട്ടോ പൊറോട്ട കഴിക്കാനായിട്ട് ഭയങ്കര ക്രേവിങ്സ് വരുന്നത്. പൊറോട്ട എനിക്കങ്ങനെ ഇഷ്ടമുള്ള ഫുഡൊന്നും അല്ല, പക്ഷേ എന്തോ എനിക്ക് പൊറോട്ട കഴിക്കാൻ ഭയങ്കര ആഗ്രഹം തോന്നി. അങ്ങനെ നമ്മൾ നേരെ നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള ലിറ്റിൽ കാലിക്കറ്റിലേക്ക് വെച്ച് പിടിച്ചു. അപ്പോൾ അവിടെ ചെന്ന് പൊറോട്ടയൊക്കെ ഓർഡർ ചെയ്തിരിക്കുന്ന ആ ഒരു വെയിറ്റിംഗ് ടൈമിൻ്റെ ബോറടി മാറ്റാൻ വേണ്ടി ഞങ്ങളൊരു ഉന്നക്കായയും കൂടി ഓർഡർ ചെയ്തു. ഉന്നക്കായ അടിപൊളിയായിരുന്നു. ഇപ്പോൾ പൊറോട്ടയൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ നേരെ വെച്ച് പിടിച്ചത് നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്തുള്ളൊരു ചിക്കൻ കടയിലേക്കാണ്. അങ്ങനെ ചിക്കനൊക്കെ വാങ്ങി വന്നപ്പോൾ അതേ നല്ല ചാറ്റൽ മഴ. പിന്നെ നമ്മൾ തിരിച്ച് വീട്ടിലെത്തിയപ്പോഴേക്കും ഒരു കൊറിയർ വന്നിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ആളുടെ ബർത്ത്ഡേ ആണ് ഈ വീക്ക്. അപ്പോൾ ആൾക്ക് വേണ്ടി ഞാൻ ഓർഡർ ചെയ്തൊരു ഗിഫ്റ്റാണ് കേട്ടോ ഇത്. നമുക്കൊരു വെഡ്ഡിങ് ആൽബം ഇല്ലാത്തത് കൊണ്ട് തന്നെ എനിക്ക് ആൾക്ക് വേണ്ടി എന്തെങ്കിലും സ്പെഷ്യലായിട്ട് ചെയ്തു കൊടുക്കണം എന്നുണ്ടായിരുന്നു. അങ്ങനെ ഒരു ഇൻസ്റ്റാ പേജിന് കോൺടാക്ട് ചെയ്തിട്ടാണ് ഞാനിത് ചെയ്തത്. നന്നായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ അവർ. നമ്മുടെ ഒരു 20 ഫോട്ടോസോളം ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഈ ആൽബമൊക്കെ നോക്കിക്കൊണ്ടിരുന്നപ്പോൾ നമ്മുടെ ഈ ആൽബത്തിൽ ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത് നമ്മുടെ കല്യാണം കഴിഞ്ഞുള്ള 20 ഗുഡ് മൊമെൻറ്റ്സ് ആണ്. 20 ഫോട്ടോസാണ് ഇതിനകത്തുള്ളത്. അപ്പം നമ്മൾ ഓരോ മൊമെൻറ്റ്സിന് പിന്നിലുമുള്ള സ്റ്റോറീസൊക്കെ ഇങ്ങനെ ഓർത്ത് പറയുമായിരുന്നു. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇതിൻ്റെ ലാസ്റ്റ് പേജാട്ടോ. നമ്മുടെ ഒരു ക്യൂട്ട് ഫോട്ടോയും ഹാപ്പി ബർത്ത്ഡേ എന്നൊക്കെ എഴുതിയിട്ട് അങ്ങനെ ആൾ നല്ല ഹാപ്പിയായി ഗിഫ്റ്റ് കണ്ടിട്ട്. പിന്നെ നമ്മൾ നേരെ ചിക്കൻ കറി ഉണ്ടാക്കലിലേക്ക് കടന്നു കേട്ടോ. അപ്പം ഞാൻ സവാള ഇങ്ങനെ ഡീപ്പ് ഫ്രൈ ചെയ്തിട്ട് എല്ലാ മസാലകളും കൂടി മിക്സ് ചെയ്തിട്ട് ആണ് ഒരു 30 മിനിറ്റ്സ് കുക്ക് ചെയ്ത് ഒരു സ്പൂൺ നെയ്യും കൂടി ഒഴിച്ചിട്ടാട്ടോ ചിക്കൻ കറി ഉണ്ടാക്കുന്നത്. പക്ഷേ ഇത് നല്ല ടേസ്റ്റിയുമാണ്, ഉണ്ടാക്കാൻ നല്ല എളുപ്പമാണ്, പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഐറ്റം കേട്ടോ ഇത്. നമ്മുടെ ചിക്കൻ കറിയൊക്കെ നന്നായിട്ട് സെറ്റായിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മൾ ഇപ്പോൾ ഒരു പുതിയ പരിപാടി തുടങ്ങിയേക്കാണ്. എല്ലാ ദിവസവും രാത്രി ഡിന്നർ കഴിക്കുന്ന സമയത്ത് നമ്മൾ ഒരു മൂവി കാണും. മിക്കപ്പോഴും നമ്മൾ കാണുന്ന ഏതെങ്കിലും ഒരു തമിഴ് മൂവി ആയിരിക്കും. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ നമ്മുടെ വിശേഷം കേട്ടോ. ബൈ ബൈ.